പ്രതിസന്ധിയിൽ കൈയൊഴിഞ്ഞ പിതാവ്, കടം പെരുകിയപ്പോൾ ജീവനൊടുക്കിയ മാതാവ്, പഠിക്കാൻ പോയി പണമില്ലാതെ മറുനാട്ടിൽ കുടുങ്ങിയ സഹോദരി, ഒന്നിനു പിറകെ ഒന്നായി വരുന്ന പ്രശ്നങ്ങൾക്ക് മുന്നിൽ പകച്ചു നിൽക്കുകയാണ് മാവേലിക്കരയിലെ 9ാം ക്ലാസ്സുകാരായ ഇരട്ട സഹോദരികൾ. ഏത് സമയത്തും ജപ്തി ചെയ്യപ്പെടാവുന്ന വീട്ടിൽ 2 വയോധികരെ പരിചരിക്കേണ്ട ഉത്തരവാദിത്വം കൂടി ഈ കുട്ടികളുടെ ചുമലിലാണ്. അർച്ചനയും അരുണിമയും എന്നെങ്കിലും പാൽ തരും എന്നു കരുതി ഇവർ ഒരു പശുക്കിടാവിനെ വളർത്തുന്നുണ്ട്. കോഴികളുമുണ്ട്. അതിന്റെ മുട്ട വിറ്റ് കിട്ടുന്ന കാശാണ് ഇവർ രണ്ടുപേരെ കൂടാതെ അകത്തുള്ള രണ്ടുപേരുടെയും അതിജീവന മാർഗം. ഈ വീട്ടിൽ നിന്ന് എന്തെങ്കിലും ചെന്നില്ലെങ്കിൽ പഠനം മുടങ്ങുന്ന ഒരാളുണ്ട് അങ്ങ് പഞ്ചാബിൽ. മൂത്ത സഹോദരി ആര്യ. കുടുംബം കരകയറ്റാമെന്ന പ്രതീക്ഷയിൽ പോയതാണ്. അവിടെ പല പണിയെടുത്തിട്ടും ഒന്നിനും തികയുന്നില്ല. എൻ്റെ കുഞ്ഞുങ്ങൾ ആണായിട്ടും പെണ്ണായിട്ടും എല്ലാം ചെയ്യും. കിണറ് വരി പറ്റിക്കും, ടാങ്ക് തേച്ച് കഴുകും, വിറവ് കയറും, കടയിൽ പോകും, പീടിയെ പോകും, മുട്ട വയ്ക്കാൻ പോകും. എല്ലാം അതുങ്ങളെ എനിക്ക് വയ്യാത്തത്. കാര്യം നടക്കാൻ പറ്റത്തില്ല. എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങളുണ്ടാകേണ്ട ഞാനും ഇന്ന് ജീവിച്ചിരിക്കുന്നത്. മാവേലിക്കര കുറത്തിക്കാട് NSS ഹയർ സെക്കൻഡറി സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥികളാണ് അർച്ചനയും അരുണിമയും. ബാല്യത്തിൽ തന്നെ കുടുംബത്തെ ഉപേക്ഷിച്ച് അച്ഛൻ പോയി. വീട് പണിയാനും മക്കളെ നോക്കാനുമെടുത്ത കടബാധ്യതകളെ തുടർന്ന് നിൽക്കക്കള്ളിയില്ലാതായതോടെ 3 വർഷം മുമ്പ് അമ്മ രതി ജീവനൊടുക്കി. ഒപ്പമുള്ളത് രോഗങ്ങളുടെ പിടിയിൽ വലയുന്ന 67കാരിയായ അമ്മൂമ്മ സരസമ്മയും അമ്മയുടെ ഭിന്നശേഷിക്കാരിയായ സഹോദരിയുമാണ്. കൈവിട്ട് പോകുമ്പോൾ ബാങ്കുകാർ വിളിച്ചാൽ ഈ പേപ്പറെല്ലാം വന്നത് അടുത്തില്ല ജിപ്തി എന്ന് പറഞ്ഞ് ഇല്ല അവനെ എങ്ങോട്ടും പോകാൻ ഇടവില്ല. ഇത് കഴിഞ്ഞ പിന്നെ ഞങ്ങളെല്ലാവരുടെ ആത്മഹത്യ ചെയ്യത്തേ ഉള്ളൂ. അല്ലാതെ നമുക്ക് ജീവിച്ചിരിക്കാൻ പറ്റത്തില്ല. കടപ്പാടം കൂടെ പോയി കഴിഞ്ഞാൽ പിന്നെ ജീവിക്കുന്ന എന്തിനാണ്? തന്തയും തള്ളയില്ലാത്ത പിള്ളേര വീടും കൂടെ പോയി കഴിഞ്ഞാൽ പിന്നെ എന്തിനാ? പിന്നെ മരിക്കുന്നത് നല്ലത്. അവരത് പറഞ്ഞിട്ടുമുണ്ട്. വീട് പണിയാൻ മാതാപിതാക്കളെടുത്ത വായ്പയുടെ തിരിച്ചടവ് അമ്മയുടെ മരണത്തോടെ മുടങ്ങി. ചെറിയ ജോലി ചെയ്ത് പഠിക്കണം നല്ല ആഗ്രഹമുണ്ട്. പക്ഷേ പ്രായം കൊണ്ട് പോകാൻ പറ്റുന്നില്ല. അങ്ങനെ ചെറിയ ആഗ്രഹമുണ്ട്. പക്ഷേ ഇപ്പം ഇത് നോക്കി മെയിൻറ്റെയിൻ ചെയ്ത് പോവാണ് മെയിൻ പരിപാടി. ഈ പഠിക്കുകയും ഈ കോഴിയെ വളർത്തലും ഒക്കെയാണ് മെയിൻ ആയിട്ട് പോകുന്നത്. എന്തു ജോലിക്കും പോകാമെന്ന് അർച്ചനയും അരുണിമയും. ചെറിയൊരു ജോലി കിട്ടിയായിരുന്നെങ്കിൽ എങ്ങനെയെങ്കിലും ഒരു വരുമാനം ആയേനെ. അത് ആഗ്രഹമുണ്ട്. ഇവർ പണിയെടുത്താലും വീട്ടാവുന്നതല്ല കടം. അത് പറയുന്ന അവർക്കും കേൾക്കുന്ന നമുക്കും അറിയാം. എങ്കിലും അവർ ആഗ്രഹിക്കുന്നുണ്ട് സ്വസ്ഥ ജീവിതത്തിലേക്ക് പിടിച്ചു കയറാൻ ഒരു കച്ചിത്തുരുമ്പെങ്കിലും. 24 ആലപ്പുഴ. സഹായിക്കാൻ കഴിയുന്ന സുമനസ്സുകൾ സഹായിക്കട്ടെ എന്നാണ് നമ്മുടെ ആഗ്രഹം.